ഒരു കാൽ നഷ്ടപ്പെട്ട കിടപ്പിലായ യുവാവിന് കൃത്രിമ കാൽ നൽകി മാതൃകയായി മുസ്തഫ. ദേശമംഗലം തലശ്ശേരി 13-ാം വാർഡിൽ പനിയൂർ വളപ്പിൽ ശാരദയുടെ മകൻ 43 വയസ്സുള്ള രാജേഷിനാണ് കൃത്രിമ കാൽ നൽകിയത്. ഒരു വർഷം മുമ്പ് ഷുഗർ മൂലം രാജേഷിന്റെ വലതുകാൽ മുട്ടിനുമീതെ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു. അതോടെ കുടുംബത്തിലെ ഏക അത്താണിയായ രാജേഷ് കിടപ്പിലായതിനെ തുടർന്ന് 85 വയസ്സ് പ്രായമുള്ള അമ്മയുടെയും മകന്റെയും ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാവുകയായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർ ഇബ്രാഹിമിന്റെയും പൊതുപ്രവർത്തകനായ യഹിയ കാസിമിന്റെയും നേതൃത്വത്തിൽ രാജേഷിന്റെ ദയനീയ അവസ്ഥ മിഡിൽ ഈസ്റ്റ് കമ്പനിയുടെ ഡയറക്ടറും പെരിന്തൽമണ്ണ സ്വദേശിയുമായ മുഹമ്മദ് മുസ്തഫയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നത് എന്തായാലും ഇവിടെ ഉള്ള നാട്ടുകാരുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ കൊണ്ടാണ് ഇവർ നമ്മളടുത്ത് എത്തുന്നതും നമുക്കിതുപോലൊരു കാര്യത്തിൽ പങ്കെടുക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്ത് ഇവരെ സഹായിക്കാനും പറ്റുന്നത് ഇവർ കാരണമാണ്. അതിലെന്തുകൊണ്ടും ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട്. അപ്പോൾ അതിനൊരു അവസരം തന്ന നാട്ടുകാർക്ക് ശരിക്കും നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ശരിക്കും നമ്മൾ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി ശരിക്കും ഞങ്ങൾക്കൊരു അവസരം കിട്ടിയെന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്തഫ അത് ഏറ്റെടുത്ത് സൗജന്യമായി രാജേഷിനെ കൃത്രിമകാൽ നിർമ്മിച്ചു നൽകാൻ തയ്യാറാവുകയായിരുന്നു. തുടർ ചികിത്സക്കുള്ള ധനസഹായവും അവർ കൈമാറി. മുസ്തഫയെ പൊതുപ്രവർത്തകനായ ഹമീദ് തലശ്ശേരിയും വായനശാല സെക്രട്ടറി അബ്ദുൾ അസീസും ചേർന്ന് പൊന്നാട അണിയിച്ച് തലശ്ശേരി ഗ്രാമത്തിന്റെ ആദരവ് നൽകി. ഷമീർ ആദം, പുഷ്പരാജൻ എന്നിവർ പങ്കെടുത്തു. പല ആവശ്യങ്ങളും പലരും നമ്മൾ പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ ചെയ്തു കൊടുത്തതിൽ വെച്ച് നമുക്ക് ഏറ്റവും മനസ്സിനൊരു സംതൃപ്തി തോന്നിയത് ഈ രാജേഷിന് വേണ്ടി ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കാരണം രാജേഷിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലൊരു ചെറിയൊരു മുറിവായിരുന്നു. ആ മുറിവ് പിന്നെ പഴുത്ത് പുഴുവരിച്ച് സ്വന്തം ശരീരം ദുർഗന്ധം വമിച്ച് അവർക്ക് മണക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ എന്നാണ് ഈ നല്ലവരായ നാട്ടുകാരെ മറ്റൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ രാജേഷിനെ ഇവിടുന്ന് കൊണ്ടുപോകും. CCTV ന്യൂസ് തളി.